Happy anniversary. Thank you. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ ഡേ, ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളുടെ ആനിവേഴ്സറി വ്ളോഗാണ്. ആൻഡ് പ്ലസ് നമ്മളൊരു ട്രിപ്പിലും കൂടെയാണ്. ഞങ്ങളിപ്പോൾ കൊച്ചി, ആലപ്പുഴ കറങ്ങാനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാൻ വേറെ എന്തോ ആയിരുന്നു, ബട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു അല്ലേ, കൊച്ചിയിലെത്തിയിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. ഞങ്ങളിപ്പോൾ റെഡിയായി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഓൾറെഡി ഉച്ചയായി കഴിഞ്ഞു. ചെക്ക് ഇൻ ചെയ്യാൻ തന്നെ സമയമെടുത്തു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു റൂം. ഞങ്ങൾ ട്രീബോലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. സോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. സോ അത് കാണാനായിട്ട് പോവാണ്. ഒപ്പം ലഞ്ചും ചെയ്യാനുണ്ട്. സോ നിങ്ങൾ രാവിലത്തെ ക്ലിപ്സൊക്കെ കണ്ടിട്ട് വരൂ. അതിൻ്റെ ഒപ്പം തന്നെ ഈ കാഴ്ചകളും കാണാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയാനില്ലേ, ആനിവേഴ്സറി ആയിട്ട് എന്താ പറയാനില്ലേ, ഇത് ഏട്ടൻ തന്നെ ഗിഫ്റ്റാണ് കേട്ടോ. മല ആനിവേഴ്സറി ഗിഫ്റ്റ്. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. എന്താ പറയാനില്ലേ, ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോസിൽ കണ്ടറിയാം എങ്ങനെയൊക്കെ എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാ പെട്ടെന്നുള്ള പ്ലാനിങ് ആണ്. പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ കൊച്ചിയിലും പെട്ടെന്നാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കാണാം. സോ ഞങ്ങൾ 21st മോർണിംഗ് രാവിലെ നേരത്തെ ഒറ്റപ്പാലത്ത് നിന്ന് അങ്കമാലി വരെയുള്ള ട്രെയിനിലാണ് പോകാൻ നിന്നത്. സോ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ ആയിരുന്നു ട്രെയിൻ, 7:30 ട്രെയിനായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്ലീപ്പിംഗ് ബെർത്ത്, അങ്ങനത്തെ ബെർത്തായിരുന്നു സീറ്റ് കിട്ടിയത്. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു പോകാൻ പറ്റി. പിന്നെ വെളിയിലെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്കമാലി എത്താനായി. അങ്ങനെ ഇത് 21st ഉള്ളതാണ് കേട്ടോ, ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണിത്. സോ അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായപ്പോൾ താഴെ ഇറങ്ങി അങ്ങനെ ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ ഒരു കാറ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഡയറക്റ്റ് ചോറ്റാനിക്കരയ്ക്കാണ് പോയത്. ചോറ്റാനിക്കരയുടെ അടുത്തായിരുന്നു ഞങ്ങളുടെ റൂം. സോ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിനൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ പോണ വഴിക്ക് ഹോട്ടൽ ആര്യാസിന്ന് ഞങ്ങൾ എന്താ പറയുക, മസാല ദോശ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രീബോലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഭയങ്കര ഉള്ളിലേക്കായിരുന്നു ഹോട്ടൽ വന്നിട്ട്. എനിവേസ് അവിടുന്ന് നമുക്ക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് പോകാനൊക്കെ പറ്റും. ഞങ്ങൾ ബൈക്ക് ബുക്ക് ചെയ്തിട്ടാണ്, ബൈക്കൊക്കെ റെൻ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഇതാക്കിയതൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങളിത് ചോറ്റാനിക്കര ആ ഭാഗത്തെത്തി. ഇതാണ് ചോറ്റാനിക്കര അമ്പലം കേട്ടോ. അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല, ബട്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട്. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ ട്രീബോ, പുഷ്പക് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ട്രീബോ എന്ന് പെട്ടെന്ന് കാണില്ല. സോ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, അവിടെ എത്തി ഫ്രഷൊക്കെ ആയി ഞങ്ങളുടെ ഒരു ഓട്ടോ പിടിച്ച് ഹിൽ പാലസ് വരെ പോവുകയാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഹിൽ പാലസ് മ്യൂസിയമാണ്, പുരാവസ്തു മ്യൂസിയം അല്ലേ, പുരാവസ്തു എന്തായാലും പറഞ്ഞാൽ അങ്ങനെ എന്താണ് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണം. പണ്ടത്തെ ഒരു പാലസാണ്. നമുക്ക് ഉള്ളിൽ പോയി കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. സറൗണ്ടിങ്സ് ഒക്കെ നന്നായിട്ട് നല്ല മണം വരുന്നത്, എന്തൊക്കെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കൊണ്ട് പോയി കാണാം. സോ ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ, കൊച്ചിയിലാണ് വരുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി ലാർജസ്റ്റ് മ്യൂസിയമാണ് സ്റ്റേറ്റിൽ തന്നെ. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആ സ്റ്റെപ്പ് കയറി ഇതുവരെ നടന്ന് വരണം. പക്ഷേ ഉള്ളിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഉള്ളിലുള്ള വ്യൂ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. വീഡിയോസൊന്നും അലൗഡ് അല്ല, കാരണം എല്ലാ സ്ഥലത്തും ആൾക്കാർ നിൽക്കുന്നുണ്ട്. എനിവേസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ മണിച്ചിത്രത്താഴ് മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ചില ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചില സീൻസൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അമ്മയും അച്ഛനൊക്കെ പറയണം. അമ്മയും അച്ഛനും എന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. ബട്ട് എനിവേസ് നല്ല രസമുണ്ടായിരുന്നു ഈ പ്ലേസ് കാണാൻ.
അവരുടെ പണ്ടത്തെ കാര്യങ്ങളും എല്ലാം ഉള്ളിലെല്ലാം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം കൂടിയുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ മടങ്ങി. അതൊക്കെയായിരുന്നു ഹിൽ പാലസിലുള്ള വിശേഷങ്ങൾ കേട്ടോ. പാലസിൻ്റെ ഉള്ളിൽ കണ്ടുവന്നു, ബട്ട് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. പിന്നെ ഇതിന് ശേഷം എവിടേക്ക് പോകണമെന്ന് അറിയില്ല, നോക്കട്ടെ എവിടേക്ക് പോകണമെന്ന് അറിയിക്കാം അല്ലേ. പോത്ത് കൊച്ചിയോ? അത് നാളെ അല്ലേ? ബൈക്ക് എടുക്കാൻ വേണ്ടി ഓക്കെ, ഞങ്ങളിനി സ്കൂട്ടി എടുക്കാൻ വേണ്ടി പോവാണ്. സ്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോകാനും ഇതാവാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എറണാകുളം സൗത്ത് ആ ഭാഗത്തേക്ക് പോയി. റോയൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ അവിടുന്ന് ബൈക്ക് റെൻ്റൽസ് ഉണ്ട്. സോ അവിടുന്ന് ഞങ്ങളൊരു സ്കൂട്ടി എടുത്ത് ഞങ്ങൾ നേരെ വിട്ടത് ലുലു മോള് കാണാനാണ്. ലുലു മോള് ഇവിടുത്തെ ഞങ്ങൾ കണ്ടില്ല, പാലക്കാടത്തെ കണ്ടിട്ടുള്ളൂ. കൊച്ചിയിലത്തെ ആണല്ലോ ഏറ്റവും വലുത്. സോ അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. സോ പോണ വഴിക്ക് നല്ല ഇരുട്ട് മൂടി മഴ വരാനും നിൽക്കുന്നുണ്ടായിരുന്നു. മഴയൊക്കെ കുറച്ചൊക്കെ കൊണ്ടു, എന്നാലും പോയി. ഞങ്ങൾ അങ്ങനെയൊക്കെ അവിടെ എത്തി. അവിടെ ഒരു കേക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ ഫാമിലിയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അവിടെയുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരും ഈ ഒരു ഇതിലുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ കഴിഞ്ഞ് അവർക്കുമൊക്കെ ഞങ്ങൾ കേക്കും എല്ലാം കൊടുത്ത് കോൾഡ് സ്റ്റോൺ ക്രീമറി എന്ന് പറഞ്ഞ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ ആനിവേഴ്സറി, ചെറിയൊരു ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറി ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി കുറച്ച് നേരം ലുലു മോളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ലാസ്റ്റ് വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഏട്ടൻ പൊറോട്ടയും ചിക്കൻ കറി, ഞാൻ ബീഫും നെയ്ച്ചോറും. ഗുഡ് മോർണിംഗ് എവരി വൺ. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ കൊച്ചി. രാവിലെ എൻ്റെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു തൊണ്ടവേദനയുണ്ട്. എനിവേസ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാണാം കേട്ടോ. ഫ്രഷായിട്ട് കാണാം. എൻ്റെ തൊണ്ടവേദന കാരണം എനിക്ക് സൗണ്ട് ശരിക്കും വരുന്നില്ല. ഓക്കെ, അപ്പം കാണാം. നമ്മൾ ഇപ്പോൾ ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് മേലെയാണല്ലേ, ഏറ്റവും മേലെ അവിടെ ബൊഫേ ആണെന്നാണ് പറഞ്ഞാൽ. നോക്കാം എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ഓക്കെ, മേലെ എത്തിയിട്ട് കാണാം. ഇതാണ് ഡൈനിങ് ഹാള്, നല്ല സ്പേഷ്യസ് വിത്ത് വ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ചട്നി ഉണ്ട്. ഇതിലെന്താ ചെറുപയർ, സാമ്പാർ, ഇതിൽ ഇഡ്ഡലി അല്ലേ, ഇതിൽ പുട്ട്, ഇതിൽ ഇഡ്ഡലി. ഓക്കെ, പുട്ട് ചെറുപയർ, പുട്ട് സാമ്പാർ ചെറുപയർ, കോമ്പിനേഷൻ തന്നെ. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് എൻ്റെ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോകണം. അവിടുന്ന് വേണം, ഫോർട്ട് കൊച്ചി അല്ലേ, ഫോർട്ട് കൊച്ചിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നോക്കാം എവിടേക്കൊക്കെ എത്തുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇനിയിപ്പോൾ ബൈക്ക് എടുത്ത് പോട്ടെ. ചൂടുണ്ട് പുറത്ത്, മഴയൊന്നുമില്ല ബാക്കി. അപ്പോൾ ഓക്കെ, നമുക്കിനി ഓഫീസിൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഇല്ലെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചി കാണാം. എൻ്റെ ഇടയിൽ വലുതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ കാണിച്ചാൽ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചോറ്റാനിക്കട അമ്പലത്തിന് മുന്നിൽ നിന്ന് തൊഴുതിട്ട് അവിടെ ഏട്ടൻ ഭണ്ഡാരത്തിൽ എന്താ പറയുക പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ഓഫീസിൽ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ പിന്നെ ഒന്നും ഷൂട്ടൊന്നും ചെയ്തില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോണത് ഞങ്ങൾ കൊച്ചിക്കാണ്, ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. സോ അവിടെ എത്താറാവുമ്പോൾ തന്നെ നമുക്ക് ഈ സീ ഒക്കെ കറക്റ്റായി കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. സീ, അതിൻ്റെ ആ ഒരു മണം അതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക കോസ്റ്റൽ ഏരിയയിലേക്ക് എത്തുമ്പോഴുള്ളൊരിത്. പിന്നെ സൈഡിൽ തന്നെ കുറേ ഇങ്ങനെ ബോട്ട് ഇതൊക്കെ ഇങ്ങനെ
ഇതാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഞങ്ങളിതിങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. അവിടെ ഒരു സ്ട്രീറ്റിലെത്തി. ഞങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ ലഞ്ച് ചെയ്തത്. ഫോർട്ടേ കൊച്ചിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ പേര്. സോ ഇവിടുന്ന് ഞങ്ങൾ നല്ലൊരു ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ഏട്ടൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആസ് ഓൾവേസ്. ഞാൻ മാറ്റി പിടിച്ച് പ്രോൺ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് സർവീസ് വാസ് ഓൾസോ വെരി ഗുഡ്. അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള കുറേ സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ അവിടുന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ് ഈ ഏരിയ ഒക്കെ. കാരണം കൂടുതലും ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അപ്പുറത്തെ ബീച്ചിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ ഉണ്ടത് ഒരാൾ മുറുക്ക് ഉണ്ടാക്കണ ഒരു എന്താ പറയുക, എൻ്റെ മെഷീൻ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം. സോ അതിൽ പലതരം ഡിസൈനിലുള്ളതുണ്ട്. സോ അത് ഇങ്ങനെ കാണിച്ചു തരികയാണ് അയാൾ. സോ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ അയാൾ ഞങ്ങളെ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ മേടിച്ചതൊന്നുമില്ല, ജസ്റ്റ് അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ഏരിയയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അവിടെയുള്ള ഇത് ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ ഇങ്ങനെ കണ്ടു. ഓൾറെഡി അവിടെ കുറച്ച് പേരിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വലയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ ഫേമസ് ചൈനീസ് ഫിഷിംഗ് നെറ്റാണ്. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല മൂടി വരുന്നുണ്ടായിരുന്നു മഴ. ആൻഡ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഇങ്ങനെ മീനൊക്കെ ഫ്രഷായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മീനൊന്നും ഞങ്ങൾ മേടിച്ചില്ല, ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടന്നു പോയി. നല്ല പ്രോൺസ്, ക്രാബ് എല്ലാം ഉണ്ട്. അതിനുശേഷം ഇത് ഞങ്ങളിങ്ങനെ ബീച്ചിൻ്റെ അവിടെ തന്നെ കുറേ നേരം ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു. ഇതൊക്കെ ബോയിലേഴ്സാണ് കേട്ടോ, സ്റ്റീം ബോയിലേഴ്സാണ്. പണ്ട് കാലങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അതിനെ ഇപ്പോഴും അവരത് കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് രസിച്ച് പോവാറായപ്പോഴാണ് നല്ല മഴ വന്നു. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് വിട്ടു. പക്ഷേ മഴ കൂടിയതുകൊണ്ട് ഞങ്ങളുടെ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ചായക്കടയിൽ പോയിരുന്നു. പരിപ്പ് പൊടിയും ചായയും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ കൂടി. പിന്നെയാണ് ഞങ്ങൾ പെട്ടത്. പിന്നെ മഴ നിൽക്കണ ഇതില്ല, അവിടെയൊക്കെ വെള്ളം കയറാൻ തുടങ്ങി മെല്ലെ. പിന്നെ ഞങ്ങളൊരു 4-5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് മഴ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വേഗം റെയിൻ കോട്ട് മേടിച്ച് അവിടെ നിന്ന് വിട്ടു. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസലായി. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. സോ അതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് ട്രിപ്പ് പാതി ലൈക്ക് ഒരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അത് ഒരു ദിവസത്തിൽ ഒതുങ്ങി ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പോയ ഏരിയയിൽ ഫുള്ള് വെള്ളം കയറി. ഞങ്ങൾ അവിടെ നിന്ന് കടന്ന ശേഷം ഫുൾ വെള്ളമൊക്കെ കയറി എന്നാണ് അറിഞ്ഞത്. എന്തായാലും അവിടെ നിന്ന് എന്തോ രക്ഷപ്പെട്ടു ഞങ്ങൾ. എന്തായാലും ട്രിപ്പ് പാതി ഇത് വെച്ച് ക്യാൻസലായി. അടുത്ത ദിവസം ആലപ്പുഴയ്ക്ക് പോകാൻ നിന്നതായിരുന്നു, അതും ക്യാൻസലായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു ആലപ്പുഴ ഭാഗത്തൊക്കെ അങ്ങനെ മഴ കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഇല്ല, അവിടെയും നല്ല മഴയായിരുന്നു. സോ ഞങ്ങൾക്ക് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്നു. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. ഞാൻ എന്തൊക്കെയോ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ. ആ പാലസിൽ പോയപ്പോഴും ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ അലൗഡല്ല, ലൈക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അലൗഡല്ല, ഫോട്ടോസ് എടുക്കാം, അത് മാത്രമേ അലൗഡുള്ളൂ. വേറെ ഒന്നും, പിന്നെ പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റിയുള്ളൂ. അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ, കുഞ്ഞി ട്രിപ്പ് പാതി വെച്ച് ക്യാൻസലായിപ്പോയി. എന്താ പറയുക, ഇപ്പോൾ സങ്കടമുണ്ട് ഒരു ട്രിപ്പ് ഇങ്ങനെ ക്യാൻസലായതിൽ. എനിവേസ് നമുക്കിനി അടുത്ത ട്രിപ്സ് നമുക്ക് നല്ലപോലെ എന്താ പറയുക പ്ലാൻ ചെയ്ത് ഇതാവാൻ നോക്കാം. ബട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അതുപോലെ നടക്കില്ല. പെട്ടെന്നൊരു ട്രിപ്പ് ഇട്ട് പോകണേ അത് നടക്കും. പക്ഷെ ഇത് മഴ കാരണം മാത്രമാണത് ക്യാൻസലായത്. എനിവേസ് കുഴപ്പമില്ല. സോ ഇതും ഒരു മെമ്മറിയായി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിത് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ മഴയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവും. സോ ഫസ്റ്റ് ആനിവേഴ്സറി അങ്ങനെയായി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എനിവേസ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത വ്ളോഗിൽ കാണാം. സോ അതുവരെ ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.